ഹായ് ഓൾ. ഇന്നൊരു ഞായറാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും മോനും കൂടെ ഒന്ന് വെറുതെ പുറത്തൊക്കെ ഒന്ന് പോയി വരാം എന്ന് കരുതി ഞങ്ങളുടെ ശകടം പുറത്തേക്ക് എടുത്തു. രഥത്തിൽ ഞാനും കയറി മോനും കയറി. ആ സമയത്ത് എനിക്ക് തോന്നി ഒരു വീഡിയോ എടുത്ത് കളയാം. അപ്പോൾ എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ജാംനഗർ എന്താണ്, ജാംനഗറിൻ്റെ റോഡ് എന്താണ്, ആ വീതിയിൽ എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ. അപ്പോൾ അത് കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒരുപാട് പശുക്കളെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? കാരണം ഇവിടെ പശുക്കളെ എല്ലാം ഇവർ ഗോമാതാവായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പശുവിനെ 1 കിലോമീറ്റർ ദൂരത്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുന്ന് ഓടാൻ തുടങ്ങും. പക്ഷേ ഇവിടുത്തെ പശുക്കളൊന്നും ഒരാളെയും ഉപദ്രവിക്കില്ല. കാരണം എത്രത്തോളം അടിച്ചമർത്തുന്നുണ്ടോ അത്രത്തോളം അവർ പ്രകോപിതരാവുന്നുണ്ടെന്ന് പറയുന്നത് പോലെ. നോക്കി, ഈ ഒരു വീതിയിൽ മുഴുവൻ നമുക്ക് നിറയെ പശുക്കളെ കാണാൻ കഴിയുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. നോക്കി, നമുക്കൊന്നും വണ്ടി എടുത്ത് പോകാൻ പോലും പറ്റില്ല, അത്രയും പശുക്കളാണ് റോഡിൽ മൊത്തം. പശുക്കളുടെ കാര്യം മാത്രമല്ല, നമുക്ക് ഈ റോഡിലെ കൂടെ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ കേരളത്തിൽ കാണുന്ന പോലെയല്ല. ഇവിടെ ആരുടെയും തലയിൽ ഹെൽമെറ്റ് എന്നുള്ള സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഹെൽമെറ്റ് മാത്രമല്ല, പലരും ഡ്രൈവ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ കാലുമ്പിൽ കാല് കയറ്റി സോഫയിൽ ഇരിക്കുന്ന പോലെയൊക്കെയാണ് ഇരിക്കുന്നത് ഓരോരുത്തർ. നമുക്ക് കാണുമ്പോൾ തന്നെ പേടി തോന്നും ഇവരുടെ ഡ്രൈവിംഗ് കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ ട്രാഫിക് റൂൾസ് ഒന്നും ഇവിടെ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ കൂടി ഇവിടെ ആക്സിഡൻസ് കുറവാണ്. എത്രത്തോളം ട്രാഫിക് റൂൾസ് ഉണ്ടോ അത്രത്തോളം ആക്സിഡൻസ് കൂടുതലാവുകയാണെന്ന് തോന്നുന്നത്. ഇവിടെ ഒരുപാട് നായ്ക്കൾ, നമ്മുടെ നാട്ടിൽ നായ്ക്കളൊക്കെ കാണും, പക്ഷേ ഇതേപോലെ പശുക്കളെയൊന്നും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കാണില്ല. അതുപോലെ തന്നെ ഇവിടെയുള്ള കെട്ടിടങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ജാംനഗർ എന്ന് പറയുന്നത് വജ്ര നഗരിയാണ്. ഒരുപാട് ഫാക്ടറീസ് ഉണ്ട്, വലിയൊരു ടൗൺ ആണ്. എങ്കിൽ കൂടി നമുക്ക് ഇവിടുത്തെ ഈ ഒരു ടൗണൊക്കെ കാണുമ്പോൾ ഒരിക്കലും ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ടൗൺ ആയിട്ട് നമുക്ക് തോന്നില്ല. കാരണം ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും പഴയ പഴയ കെട്ടിടങ്ങളാണ്. അവർ കൂടുതൽ പഴയ കെട്ടിടങ്ങളെ കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ട് ആ രീതിയിലാണ്, ആ ഒരു സംസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ നന്നായി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് ആദ്യമായി ഞാൻ ജാംനഗർ വന്ന സമയത്ത് ഇവിടെയുള്ള ഈ ഒരു കെട്ടിടങ്ങൾ കണ്ടിട്ട് ഞാൻ കരുതിയിരുന്നു ഇതെല്ലാം കൊട്ടാരത്തിൻ്റെ എന്തോ അവശിഷ്ടങ്ങളാണെന്നൊക്കെ കരുതിയിരുന്നത്. അല്ല, ഇത് മുൻപ് ഇതായിരുന്നു ഈ ജാംനഗർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു, എന്താ പറയുക, അതൊന്നും പൊളിച്ച് കളയാതെ അമ്പലങ്ങളാണെങ്കിലും കെട്ടിടങ്ങളാണെങ്കിലും മാക്സിമം അവർ ആ പഴയ ബിൽഡിങ്ങിൽ തന്നെയാണ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. അതുപോലെ പശുക്കൾ മാത്രമല്ല നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, കുതിരകൾ, ഒട്ടകങ്ങൾ. നമ്മുടെ നാട്ടിലൊന്നും ഒട്ടകവണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടകം വലിക്കുന്ന വണ്ടി, അതുപോലെ കുതിര വണ്ടിയൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഇവിടെയൊക്കെ ഒരുപാടുണ്ടത്. പിന്നെ അങ്ങനെ ഞങ്ങൾ പോയി അച്ചുവിന് യൂണിഫോമിൻ്റെ കുറച്ച് ആക്സസറീസ് വാങ്ങി. അതിനുശേഷം കുറച്ച് സബ്ജി വാങ്ങി. സബ്ജി നമ്മുടെ നാട്ടിലെ പോലെ കടയിലല്ല, സബ്ജി മാർക്കറ്റാണ്. ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ വലിയ മാർക്കറ്റ്, ചന്ത പോലെയാണ്. നമുക്ക് എവിടെ നിന്ന് വേണേ വാങ്ങാം, ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കിട്ടും. അപ്പോൾ അങ്ങനെ സബ്ജി മാർക്കറ്റിൽ പോയി കുറച്ച് സബ്ജി കളക്ട് ചെയ്തു. അതുപോലെ അച്ചുവിനുള്ള യൂണിഫോമിൻ്റെ സാധനങ്ങൾ വാങ്ങി. ദെൻ ഞങ്ങൾ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ അച്ചു പറയുന്നുണ്ട് എനിക്ക് ഐസ്ക്രീം അത് വേണം, ഇത് വേണം. ഓരോ ഷോപ്പ് കാണുമ്പോഴും അവിടുത്തെ സാധനങ്ങൾ അത് വേണം ഇത് വേണമെന്ന് പറയുന്നുണ്ട്. ഞാനത് ചെവി കൊടുക്കുന്നില്ല, ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അച്ചു ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇവിടെ അച്ചു എന്നെ ഓർമ്മിപ്പിക്കുകയാണ്, ഇവിടെ ഒട്ടകങ്ങളും കുതിരകളും മാത്രമല്ല ഉള്ളത്, ഇവിടെ കഴുതകൾ കൂടി ഉണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. അവൻ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ടത്രേ, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. അവൻ ഈ മൃഗങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളായതുകൊണ്ട് അതൊക്കെ അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് പറയുന്നത് ശരിയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ഞാനിവിടെ നോട്ടീസ് ചെയ്തൊരു കാര്യം, നമ്മൾ എന്താണെങ്കിലും എങ്ങനെയാണെങ്കിലും ടൂ വീലറിൽ പോകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഇവിടുത്തെ ഈ ഒരു തുപ്പലാണ്. തുപ്പൽ എന്ന് പറഞ്ഞാൽ സ്പിറ്റ് ഇല്ലേ, ആ ഒരു സംഭവം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്തായിരിക്കും ഒരു പക്ഷേ ഈ ഫ്രണ്ടിൽ പോകുന്ന ഈ ഓട്ടോ അല്ലെങ്കിൽ ഈ പോകുന്ന ഈ ടൂ വീലറിലുള്ള ഈ അങ്കിളായിരിക്കാം, ആരോ ആയിരിക്കാം, അവരുടെ വായിൽ എപ്പോഴും ഈ പറയുന്ന എന്തോ ഒരു സംഭവം ഉണ്ട്, അതിൻ്റെ പേര് എനിക്കറിയില്ല, തമ്പാക്ക സംതിങ്. അത് എപ്പോഴും ഇവരുടെ എല്ലാവരും, പുരുഷന്മാരുടെ എല്ലാവരും ഉപയോഗിക്കുന്ന സാധനം. അപ്പോൾ അത് കാരണം അവർ ഇടയ്ക്കിടയ്ക്ക് അത് തുപ്പിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് എപ്പോഴാണെന്നറിയോ? ഈ വണ്ടി ഓടിക്കുന്ന സമയത്താണ്. ഫ്രണ്ടിൽ പോകുന്ന വണ്ടിക്കാരെന്ത് ചെയ്യും, അത് തുപ്പുമ്പോൾ ആ ഒരു കാറ്റിൽ ചിലപ്പോൾ നമ്മുടെ മുഖത്തോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലൊക്കെ വന്ന് അത് പതിക്കാറുണ്ട്. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമ്മുടെ വണ്ടി ഓടിക്കുന്ന സമയത്ത്. അല്ലാതെ
അല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന എന്തെങ്കിലും, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സബ്ജി മാർക്കറ്റിൽ പോയെന്ന് പറഞ്ഞു, സബ്ജി മാർക്കറ്റിൽ പോകുന്ന സമയത്ത് സബ്ജിയുടെ ഫ്രണ്ടിൽ തന്നെ ആയിരിക്കും ഒരുപാട് ഇങ്ങനെ തുപ്പി വെച്ചിട്ടുണ്ടായിരിക്കും. ആസ് എ കേരളായിട്ട് നമുക്കത് ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതെനിക്ക് ഏറ്റവും മീൻസ് ഇവിടുത്തെ ആ ഒരു രീതി എന്നെ ഭയങ്കര ബുദ്ധിമുട്ടിക്കാറുണ്ട്. ഞങ്ങൾ തിരിച്ച് ഇതെല്ലാം വാങ്ങി തിരിച്ച് വീട്ടിലെത്തി ഈ സബ്ജിയും കൊണ്ടൊക്കെ ഒരു ചെറിയ കറി ഉണ്ടാക്കി അങ്ങനെ കഴിച്ചു. കുറച്ച് നേരം കിടന്നുറങ്ങി, എഴുന്നേറ്റു. അതിനുശേഷം ഇതൊന്ന് എഡിറ്റ് ചെയ്ത് ഇതിലേക്ക് പോസ്റ്റ് ചെയ്തു. സോ താങ്ക് യു. ഇനി അടുത്ത വീഡിയോയിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുമ്പോൾ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാം.